RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2026 വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ ബർത്തുകൾ ഉറപ്പിച്ച 4 ടീമുകൾ. അപ്പോ അവര് ആരൊക്കെയാണ്, അവര് എങ്ങനെയാണ് സെമി ഫൈനലിൽ എത്തിയതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പിന്നെ നമ്മൾ പോകുന്നത്. ക്വാർട്ടർ ഫൈനലിനെ കുറിച്ചും കൂടിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ക്വാർട്ടർ നടന്ന ഫൈനൽ മത്സരങ്ങൾ ആ, അല്ലെ? yes. അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങാം. നമുക്ക് ക്വാർട്ടർ ഫൈനലിലെ മത്സരങ്ങളെ കുറിച്ച് Yes. തുടങ്ങാം. ആദ്യ മത്സരം ഫ്രാൻസ് വിസസ് മൊറോക്കോ. എന്തായിരുന്നു ഫ്രാൻസ് വിസസ് മൊറോക്കോന്റെ കളി? ഫ്രാൻസ് vs മൊറോക്കോ കളി അടിപൊളിയായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ഇമാരി ലീത്തൽ സ്ട്രൈക്കർ, അതായത് ഡെമ്പലെ ചെറുക്കി എംബാപ്പെ ഒലീസിനൊക്കെ ഫ്രീ ആക്കി വിട്ട അവര് എന്ത് ചെയ്യുന്ന എല്ലാ ടീമിനും ഒരു മുൻഗണന ആയിട്ട് ഫ്രാൻസ് കാണിച്ചു കൊടുത്തു മൊറോക്കോക്കെതിരെ. പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നല്ലൊരു മാച്ച് പ്രതീക്ഷിച്ചു, ഒരു അടിപൊളി ഫൈറ്റ്. ഞാൻ ആ മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയ്ഹാൻ ഫ്രാൻസ് ജയിക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രാൻസിനെ മറികടന്നിട്ട് മൊറോക്കോ അട്ടിമറിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മൊറോക്കോന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഈ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും മോശം പെർഫോമൻസ് ആണ് മൊറോക്കോ. അങ്ങനെ ഒരു തീപ്പാറിയ പോരാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എല്ലാവരും കാണായിരുന്നു. പക്ഷെ അക്ഷരാർത്ഥത്തില് മൊറോക്കോനെ നിശബ്ദരാക്കിയിട്ടാണ് ഫ്രാൻസിന്റെ സെമിഫൈനലിലോട്ടുള്ള വരവ്. അങ്ങനെ 2-0 മൊറോക്കോയെ ഫ്രാൻസ് പരാജയപ്പെടുത്തി സെമിഫൈനലിലേക്ക് വന്നിരിക്കുന്നത്. നോക്കുമ്പോൾ ഈ ഒരു കളിയിൽ നോക്കിക്കഴിഞ്ഞാൽ മൊറോക്കോയുടെ ഒരൊറ്റ ടാർഗറ്റ്, ഓൺ ടാർഗറ്റ് 82-ാം മിനിറ്റ് വരെ, 82-ാം മിനിറ്റ് ഒരു ഒറ്റ ടാർഗറ്റ്, അതും ഒരു ഫ്രീ കിക്കിൽ ഹക്കീമി എടുത്ത് ആ ഒരു ബോളിലാണ് ഒരു ടാർഗറ്റ് ഗോൾ കീപ്പറിന് നേരെ വരുന്നത്. ബാക്കി 0 ഓൺ ടാർഗറ്റിലാണ് ബാക്കി കളി മൊത്തം പോയത് എന്നുള്ള കാര്യമാണ്. നമ്മുടെ സൈബാരി മൊറോക്കോയിൽ ഇല്ലാത്ത അത് എത്രത്തോളം അഫക്ട് ചെയ്യുന്ന ഈ കളിയിലൂടെ മനസ്സിലായി. ഒരു സ്ട്രൈക്കർ ഇല്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സ്ട്രൈക്കർ മാത്രമല്ല, അവരുടെ കളി തന്നെ നീ നോക്കിയാൽ കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും മോശം പെർഫോമൻസ് ആണ് മൊറോക്കോയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നമ്മൾ ഈ വേൾഡ് കപ്പിൽ തന്നെ ഒരു കറുത്ത കുതിരകളാന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ ഏറ്റവും മോശം കളി എന്ന് പറയാൻ പറ്റും. ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് നോർവേയും അതിനു മുമ്പുള്ള ചെറിയ ചെറിയ പരകയൊക്കെ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ഫ്രാൻസിനെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ ഒരു എനർജി കുറവ് എന്തൊക്കെയോ ഫീൽ ചെയ്ത പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ മുമ്പ് തന്നെ മനസ്സിലായി ഇത് തോറ്റു, ഇനി എന്തിനായിട്ട് കളിച്ചിട്ട്. ഈ മൊറോക്കോന്റെ ഒരു പോരാട്ട വീരുണ്ടല്ലോ, അത് നമ്മൾ തീർച്ചയായിട്ടും ആഫ്രിക്കന്റെ ആ ഒരു പോരാട്ട വീരം പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ കിലിയൻ എംബാപ്പ വീണ്ടും ടോപ്പ് സ്കോറും 8 ഗോളുകളും 4 അസിസ്റ്റോ, അങ്ങനെ ടോപ്പ് സ്കോറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോ കൂടെ തന്നെ മെസ്സി ഉണ്ട് കൂടെ തന്നെ. അപ്പോ മെസ്സിയും സെമിഫൈനലിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നെ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ സ്പെയിൻ വേഴ്സസ് ബെൽജിയം. സ്പെയിൻ 2-1 ഒരു ടഫ് ഫൈറ്റില് ബെൽജിയത്തിനെ തകർത്ത്. നല്ല കളിയായിരുന്നു. സ്പെയിൻ കൺട്രോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-1 ഈക്വൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തു, നല്ലോണം ചാൻസ് ക്രിയേറ്റ് ചെയ്തു. ഗോൾ കീപ്പർ മാറിയപ്പോഴാണ് നമ്മളുടെ നൈറ്റ്മെയർ, പോർച്ചുഗൽ ഫാൻസിന്റെ നൈറ്റ്മെയർ മിക്കൽ മെറീന വന്നിട്ട് ഒന്നും കൂടി ആ സ്പെയിനെ സേവ് ചെയ്തിരിക്കുകയാണ്. ആ രണ്ടാമത്തെ മത്സരത്തിൽ ചങ്ങായി സൂപ്പർ സബായിട്ട് വന്നിട്ട് കഴിഞ്ഞ മത്സരത്തിൽ 91-ാം മിനിറ്റിലും ഈ മത്സരത്തിൽ 88-ാം മിനിറ്റിലാണ് അല്ലെ ഗോൾ അടിക്കുന്നത്. അതും എമാതിരി ആ ഒരു സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങുന്നു, അവന്ന് ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. അതും 2 കളിയിൽ. ഇതിനു മുമ്പ് ചങ്ങായി സ്പെയിനിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അങ്ങനെ യൂറോയിലാതുകൊണ്ട് യൂറോയിൽ ഇതേപോലെ വേൾഡ് കപ്പ് എനിക്ക് ആർക്കോ എതിരെ അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇതേപോലെ സൂപ്പർ സബായിട്ട് ഇറങ്ങിയിട്ട് ഗോൾ അടിച്ചിട്ട് അത് ഒരു കളിയാണ്. ഇത് വേൾഡ് കപ്പിൽ 2 തുടർച്ചയായിട്ടുള്ള 2 മത്സരങ്ങൾ. അങ്ങനെ എന്താ പറയാ, സ്പെയിന്റെ കളി നോക്കി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. ബെൽജിയത്തെക്കാൾ ഒരുപിടി മുന്നിൽ നിന്നുണ്ടായത്. പക്ഷെ എക്സ്ട്രാ ടൈം വരെയും ആ ഒരു ഗോള്, നമ്മൾ ഇഞ്ചുറി ടൈമിലും എക്സ്ട്രാ ടൈമിലേക്കൊക്കെ കളി പോകുന്നു വിചാരിച്ചു. പക്ഷെ കളി അവിടെ തന്നെ കട്ട് ഓഫ് ചെയ്തിട്ട് കളി ഒഴിവാക്കിയിട്ട് അവര് റൗണ്ടിലേക്ക്. അർജന്റീനനെ പോലെ തന്നെ കളി സ്പെയിനും കൊണ്ടുപോകുന്നത്. സ്പെയിനിന്റെ കളി എന്ന് പറഞ്ഞാൽ ഈ അവസാന നിമിഷത്തിൽ, പക്ഷെ അവസാന നിമിഷത്തിൽ വന്നിട്ട് ഗോൾ അടിച്ച് ജയിച്ചിട്ട് സിമ്പിൾ ആക്കുന്നുണ്ട് അവര്. പക്ഷെ ബെൽജിയത്തിന്റെ, എനിക്ക് തോന്നുന്നു ബെൽജിയത്തിന്റെ തോൽവി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞാൽ കോർട്ടോ എന്ന് പറയുന്ന ഗോൾ കീപ്പർ, ആൾക്ക് പരിക്ക് പറ്റി. പക്ഷെ ആള് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എനിക്ക് കളിക്കാൻ കഴിയുമായിരുന്നു, പക്ഷെ മാനേജർ കളിക്കേണ്ടെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞാല് ആ പരിക്ക് ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം ഡ്രിങ്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ ബ്രേക്കിന്റെ സമയത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ കീപ്പർ ആള് മിന്നു ഫോമിൽ കളിക്കണാണ്. പക്ഷെ വേൾഡ് കപ്പ് പോലൊരു മത്സരത്തില് അവിടെ വിജയിച്ച ആരെന്ന് പറഞ്ഞാല് കുബാർസി പറയുന്ന 19-കാരന്റെ ആ ഒരു ഇതാണ് മെന്റാലിറ്റി. എന്താ പറഞ്ഞാല് ആ ടൈമില് ആ ഒരു ഗോൾ കീപ്പർക്ക് നേരെ ആ ഒരു കിക്ക് എടുക്കുന്നത് എന്തായാലും റീബൗണ്ട് കിട്ടും, റീബൗണ്ട് മുതലാക്കാന്നുള്ളതിൽ തന്നെയാണ്. അല്ലെങ്കിൽ കിക്ക് ഗോളായി മാറ്റും എന്നുള്ളതിൽ തന്നെ നല്ലൊരു കിക്കായിരുന്നു. ആ കിക്കിന് അനുസരിച്ച് മിക്കൽ മരീന എന്ന് പറയുന്ന വർജായുധം കയറി ഗോൾ അടിച്ചു. അപ്പോ ഈ കോർട്ടോ പോകുന്നു, ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ കീപ്പർ വരുന്നു. ആ ടൈമിൽ ബെൽജിയം ഫാൻസിന് ഇത് ഉൾക്കൊള്ളി കഴിയുമ്പോഴത്തേക്കും മിക്കൽ മെറിനോ വന്ന ഒരു ഗോൾ. ആ പ്രഷർ കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ കീപ്പർ അവിടെ ആ പൗ കുബാർസിന്റെ ബോളില് ആ പ്രഷർ കാരണം ഒന്ന് തളർന്ന് റീബൗണ്ട് കൊടുത്തു. അതാണ് എനിക്ക് തോന്നുന്നത്. അത് പറഞ്ഞാൽ സേവ് ചെയ്യണം ആൾക്ക്. ഗോൾ കീപ്പർ ക്യാച്ച് ചെയ്യേണ്ട ബോളായിരുന്നു, പക്ഷെ ക്യാച്ച് ചെയ്തില്ല. ആൾ ഡിഫെൻഡ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് പുള്ളി ചെയ്ത് മാറ്റാൻ നോക്കിയത് അതും സംഭവിച്ചില്ല. അങ്ങനെ ഈ വേൾഡ് കപ്പിൽ നിന്ന് 2 ലെജൻഡുകൾ, കോർട്ടോ ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഡിബ്രോയിനും ഇവിടെ വാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം
ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷനുള്ള എല്ലാ പ്ലേയേഴ്സും ഈ വേൾഡ് കപ്പോടുകൂടി ബെൽജിയം യൂണിഫോമിൽ നിന്ന് ഇവിടെ വാങ്ങുക എന്നുള്ള ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം അർഹിച്ചിരുന്ന 2014 വേൾഡ് കപ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു അതും തീപ്പാറ ഒരാള് കാരണമായിരുന്നു അത് ബെൽജിയത്തിന്റെ ജനറേഷനും പോയത്. ഇപ്പൊ നമ്മള് പോർച്ചുഗൽ ജനറേഷനും ഏകദേശം പോയിട്ടില്ല, പക്ഷെ പക്ഷെ ഇനി അവര് പുതിയ കോച്ചൊക്കെ വന്നിട്ട് എത്രമാത്രം ഇനി ഒരു അടുത്ത വേൾഡ് കപ്പിന് 4 വർഷം ഉണ്ട്. ആ 4 വർഷം കഴിയുമ്പോഴേക്കും ഒന്ന് നല്ലോണം ബിൽഡ് ആവണം. അല്ല ബിൽഡ് ആവുമല്ല, കുറെ താരങ്ങൾ ഇപ്പൊ ഉണ്ടാവില്ല. എന്താ പറഞ്ഞാല് ബെർണാർഡോ സിൽവ ഏകദേശം റിട്ടയർഡ് ആവും. അങ്ങനെ കുറച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ റൊണാൾഡോ റിട്ടയർഡ് ആവും. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ റിട്ടയർഡ് ആവുന്നുണ്ട്. അപ്പൊ Yes. റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ആ ടീമിൽ മാറ്റങ്ങൾ വരാം. പക്ഷെ ഈ ഒരു വർഷത്തിൽ ഏറ്റവും നല്ലൊരു സ്ക്വാഡ് ഡെപ്ത് കൊണ്ട് വന്നായിരുന്നു. പക്ഷെ നല്ലൊരു കോച്ചിന്റെ കയ്യിലായിരുന്നെങ്കിൽ പോർച്ചുഗൽ ഇപ്പൊ ഇന്ന് ഈ 4 എണ്ണത്തിൽ സെമിഫൈനലിൽ കളിക്കേണ്ട ടീമുകളായിരുന്നു. അപ്പോ പിന്നെ അടുത്ത അടുത്ത മത്സരം മത്സരം നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട്. ഈ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് ആയിരുന്നില്ല. ഇറ്റ് വാസ് ബെല്ലിംഗ്ഹാം വേഴ്സസ് നോർവേ. എന്റെ പൊന്നു, എന്താതിരി ഒരു സ്ട്രൈക്കർ അല്ല, ഒരു വിങ്ങർ അല്ല, ഒരു മിഡ്ഫീൽഡിൽ ചങ്ങായി 6 ഗോളുകളും, അതും 2 മത്സരത്തിൽ ഡബിൾ അടിച്ചിട്ടാണ്. അതും ഇംഗ്ലണ്ടിനെ വിജയിപ്പിച്ചിരിക്കുന്ന ആലോചിക്കണം. എമ്മാതിരി കളി എന്ന് പറഞ്ഞാല് എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു നിപ്പുണ്ട് അല്ലേ? അത് ഈ വേൾഡ് കപ്പിൽ തന്നെ മിഡ്ഫീൽഡർമാർ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് നോച്ച് എന്താ പറഞ്ഞാല് ഹാരി കെയ്നും ഹാലണ്ടും സൈലന്റ് ആയ മത്സരമായിരുന്നു. രണ്ടുപേരും ചിത്രത്തിലുണ്ടായിരുന്നു, കളിയിലെ ഇംഗ്ലണ്ട് ടീമിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫോർവേഡ് 3 ചിത്രത്തിലില്ല. ചിത്രത്തിലല്ല, സാക്കിയും അതേപോലെ തന്നെ സഖ്യ അവരൊക്കെ മധുവിന്റെ ഉണ്ടായിരുന്നു, പക്ഷെ കളിച്ചിട്ടുണ്ടായിരുന്നു. ക്രോസ് കൊടുത്ത് മടക്കുമ്പോഴത്തേക്കും ഇവിടെ ബെല്ലിംഗ്ഹാം അങ്ങോട്ട് സ്റ്റാറായി അത് നിൽക്കുന്നുണ്ടായിരുന്നു. എമ്മാതിരി ഗോളുകൾ എന്ന് പറയാം. ആ ഒരു അതെ. ഫസ്റ്റത്തെ ആ ഒരു ഗോഡന്റെ അസിസ്റ്റിൽ വന്ന ഗോൾ ഉണ്ടല്ലോ, എമ്മാതിരി ഷോട്ട് ഇതിന്റെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിൽ ചില ആൾക്കാർ തർക്കിക്കുന്ന ഒരു കാര്യം ഉണ്ട്. അതായത് ആ ബോൾ ഗോൾ കീപ്പറിന്റെ മറ്റേ ക്യാമറയുടെ വയറിൽ കൊണ്ടിട്ടാണ് ബോള് ക്യാമറ അത് തട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മള് സ്പെൻസർ കൊണ്ടുപോയി ഗോർഡനെ കൊടുക്കുന്നു, ഗോർഡന് ബെല്ലിംഗം കൊടുക്കുന്നു, ബെല്ലിംഗം വെട്ടിട്ട് ഗോൾ അടിക്കുന്നു. ഇത് കോൺട്രവേഴ്സി കാര്യങ്ങളുണ്ട്. അത് ഫുട്ബോളില് നിയമങ്ങൾ ഇനിയിപ്പോ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓരോ വേൾഡ് കപ്പിൽ ഇപ്പൊ ഈ വേൾഡ് കപ്പിന് 8ഓളം നിയമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചിലപ്പോ ക്രിക്കറ്റിലൊക്കെയാണ് പറഞ്ഞാൽ അത് റീബോളാണ്. പക്ഷെ ഇത് ഫുട്ബോളിന്റെ ഇതിലെന്താണെന്ന് അറിയില്ല. അത് അറിയുന്നവരൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അത് സൂമായിട്ട് കാണിക്കുന്നൊക്കെ ഉണ്ട്, ആ ഒരു ലൈനിൽ തട്ടുന്നത്. പക്ഷെ അത്രമാത്രം ഇമ്പാക്ട് ഇല്ല. പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ട്, ചില ആൾക്കാർ ആ റെക്കോർഡിംഗ് ക്ലിപ്പൊക്കെ കാണിച്ചിട്ട് തട്ടില്ല എന്നും പറഞ്ഞിട്ട് അത് അങ്ങനെ ഒരു കോൺട്രവേഴ്സിയാണ്. അപ്പോ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് കളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇംഗ്ലണ്ട് കളി പറഞ്ഞാൽ മെക്സിക്കോ ആയിട്ടുള്ള കളിയായിരുന്നു. മെക്സിക്കോ ആയിട്ട് ആ ഒരു 3-2 ആ ഒരു വിജയിച്ച കളി എന്ന് പറഞ്ഞാല് 54 മിനിറ്റ് മുതൽ റെഡ് കാർഡ് കിട്ടിയിട്ട് അവർ ആ ഒരു ഡിഫൻസ് മാതിരി ഡിഫൻസ് ആയിരുന്നു. അതേപോലെ ഇവരുടെ കൂടെ നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഡ്രിങ്ക്സ് ബ്രേക്കിന് പോകുന്നവരെ നോർവേ ഫുള്ളായി ഡിഫൻഡ്. അത് കഴിഞ്ഞ് നോർവേ കളിയിലേക്ക് വരികയാണ്. അങ്ങനെ 1-1 സമനില ഗോൾ നേടുക. ആദ്യ ഗോൾ നോർവേ അടിക്കണം. ആ ഗോൾ ഉണ്ടല്ലോ ചെക്കന്റെ ഗോൾ ശരിക്കും പറയാൻ പറ്റില്ല, കാരണം ക്രോസ് കൊടുത്താണ്. ക്രോസ് കൊടുക്കുകയാണെങ്കിൽ അത് ഗോളായില്ല. ഹാലണ്ടിന് ക്രോസ് ആയിരുന്നെങ്കിലും അത് പോസ്റ്റിനുള്ളിൽ കയറിപ്പോയില്ലേ. ഗോളായിരുന്നു. ആ ക്രോസ് ബാറിൽ കൊണ്ട് നെറ്റി കയറും. പിന്നെ ഈ ഒരു മത്സരത്തിൽ നോർവേ പരാജയപ്പെടുത്തിയ ഒരൊറ്റ ചാൻസ് ആയിരുന്നു. അത് കിടിലൻ ചാൻസ് ആയിരുന്നു. ഒരു 1-0 നിൽക്കുന്ന സമയത്താണെന്നുണ്ട് ആ ഷെർലോത്ത് കാണിച്ചൊരു പണിയുണ്ടല്ലോ, ഒരു കൗണ്ടർ കിട്ടുകയാണ് ആ ബോളില്. ശരിക്കും ഹാലണ്ടും ഷെർലോത്തും മാത്രമേ ഉള്ളൂ ഡിഫൻഡറായിട്ട് ഒരൊറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിലാണ് മറ്റുള്ള പ്ലേയേഴ്സ് ഒക്കെ ഓടി വരുന്നത്. ആ ഒരു ക്രോസ് ഹാലണ്ടിലേക്ക് പോയിരുന്നെങ്കിൽ നോർവേ 2-0 മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നത്. വിജയിക്കേണ്ട കളി ഫ്രീ സ്പേസിലേക്കാണ് കൊടുത്തത്. ആ ഒരു ചാൻസ് ഷെർലോത്ത് അടിച്ചു കളയുന്നത് പുറത്തേക്കാണ്. എന്താ പറയാ, അത്രയും നല്ല ചാൻസ് ആയിരുന്നു. അങ്ങനെ ബെൽജിയത്തിന് പുറകിൽ നോർവേയും പുറത്തായിരിക്കാണ്. അപ്പോ അടുത്ത മത്സരത്തേക്ക് വരികയാണെങ്കിൽ അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്. വീണ്ടും കോൺട്രവേഴ്സി റെഡ് കാർഡിന്റെ കോൺട്രവേഴ്സി എന്താ വെച്ചാൽ ഇപ്പോ പുതിയ റൂള് ഫിഫ കൊണ്ടുവന്നു ഈ വേൾഡ് കപ്പിന്, മിസ്റ്റേക്കൻ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ട്. അത് പാരഡൈസ് ആയിരുന്നു അല്ലെ. പാരഡൈസ് ഫൗൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് പാരഡൈസിന് യെല്ലോ കാർഡ് കൊടുത്തു. പിന്നീട് നോക്കുമ്പോഴാണ് മനസ്സിലായത്, അതായത് പാരഡൈസ് തൊടുന്നതിന് എത്രയോ മുമ്പ് തന്നെ ആ പ്ലെയർ ചാടി ഡൈവായി കഴിഞ്ഞിട്ട് വീണിട്ടാണ് പാരഡൈസിന്റെ കാലിൽ കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പ്ലെയർ കൊണ്ടിട്ടില്ല, വലിയ ടച്ച് ഒന്നുമില്ല. എന്നാലും ഇത് എംബോളോ എന്ന് പറയുന്ന അവരുടെ ഒരു വിങ്ങുകളിൽ അർജന്റീനയെ വിറപ്പിച്ചൊരു കളിക്കാരനായിരുന്നു ഈ ചങ്ങായി. നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. കളിച്ചു കഴിഞ്ഞിട്ട് ഈ ചങ്ങായി പാരഡൈസിനെ ഒരു നല്ലൊരു ഫൗൾ ചെയ്യുന്നുണ്ട്, യെല്ലോ കാർഡ് അർഹിച്ചൊരു ഫൗൾ ചെയ്യുന്നുണ്ടായിരുന്നു. പാരഡൈസ് മിഡ് എയറിൽ കിടക്കുമ്പോൾ കാല് വലിച്ചിട്ട് ആ ഫൗള് ചെയ്തതിന് പകരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് നോക്കിയാണ് അങ്ങനെ പാരഡൈസിന് യെല്ലോ കാർഡ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതിൽ യെല്ലോ കാർഡ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. യെല്ലോ കാർഡ് വാങ്ങിച്ചു കൊടുത്തപ്പോഴാണ് വാർ റഫറി പറഞ്ഞത് ഇത് യെല്ലോ കാർഡ് അല്ല, അത് ക്ലീൻ ഡൈവാണ്. ഇതിന് റഫറിമാർ ഇതാക്കുന്ന തരത്തിലുള്ള ഇതൊക്കെയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികളൊക്കെ എതിർ ടീം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കരഞ്ഞു പോയിട്ടല്ല. അവിടെയാണ് സ്വിറ്റ്സർലാൻഡ് പരാജയപ്പെട്ടത്. എന്താ പറഞ്ഞാല് അതെ,
അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകായിരുന്നു. ഞാൻ ഈ അർജന്റീനയുടെ വേൾഡ് കപ്പിൽ അല്ലെങ്കിലും ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് പെർഫോമൻസ്. അർജന്റീന 4-5 ഗോളൊക്കെ വഴങ്ങിയിട്ട് തോറ്റിട്ടുണ്ട് ഇതിനു മുമ്പൊക്കെ. പക്ഷെ ഇത്രമാത്രം ഇപ്പൊ പക്ഷെ 2018 വേൾഡ് കപ്പിൽ ഫ്രാൻസിനെതിരെ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്താവുന്നത്, അതിൽ 3 ഗോള് അത് പറഞ്ഞാൽ എമ്മാതിരി ഫ്രാൻസിന്റെ ഒരു മുന്നേറ്റ നിരയാണ് അവർ പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അവരോട് പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ 3-2 തോറ്റു. പക്ഷെ അന്നത്തെ കളി നോക്കണം, ഫ്രാൻസ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പോഴും അർജന്റീന ആദ്യം ഗോൾ സ്കോർ ചെയ്ത്. ഇപ്പോഴത്തെ അർജന്റീന കളി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഗോൾ വഴങ്ങുക, അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞു ഈ വേൾഡ് കപ്പിൽ അർജന്റീന ഫാൻസ് ഒരു ടെൻഷനിലാണ് കാണുന്നത്. എവിടെ അർജന്റീന ഫാൻസ് എക്സ്ട്രാ അർജന്റീന ഏറ്റവും കൂടുതൽ അവര് ടെൻഷൻ അടിക്കുന്നതിനേക്കാളും ഉണ്ട് മറ്റുള്ള ഇത് എന്താ പറഞ്ഞാല് എങ്ങാനും പുറത്താവണെന്നാണ് കാത്തിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട് ഇതുപോലെ കളികൾക്ക്. ഞാന് അർജന്റീന ഫാനാണ്. ഇവിടെ 2-3 ഫാൻസ് കൂടി ഉണ്ട് അർജന്റീനന്റെ. പക്ഷെ ഇവരൊന്നും മെസ്സേജ് ചെയ്യണം. ബ്രാസിക്കൽ ഫാൻസ് ആണ് മെയിൻ ആയിട്ട് മെസ്സേജ് ചെയ്യുന്നത്. എന്തായാലും ഈ കളിയിലെ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, വാർ തുടങ്ങിയ ശേഷം റഫറിമാർ അത്രമാത്രം ഗ്രൗണ്ടിൽ പണിയെടുക്കുന്നില്ല എന്നൊരു കാര്യം എന്റെ ഒരു ഒപ്പീനിയനാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ വാർ ഉണ്ടല്ലോ, അവർ ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ തരുന്നത്. എന്താ പറയുക, സത്യമായിട്ട് പറയണം, വാർ തുടങ്ങിയ ശേഷം ഗ്രൗണ്ട് നടക്കുന്ന ഇന്നലെ ഗോൺസാലസിനെ ഒരു ഫൗൾ ചെയ്യുന്നുണ്ട്, ഡബിൾ ഫൗൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ റെഡ് കാർഡിന് പറ്റിയ ഒരു ഫൗളാണ്. അതേപോലെ തന്നെ ഇന്നലെ സ്പെയിന്റെ കളി നോക്കിക്കഴിഞ്ഞാൽ സ്പെയിന്റെ റോഡ്രിയുടെ കയ്യിൽ ഹാൻഡ് ബോൾ ആവുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെയും അതേപോലെ തന്നെ ഒരു പെനാൾട്ടി ഒക്കെ വരുന്നുണ്ട്. കുറെ ഇൻസിഡന്റ് നടക്കുന്നുണ്ട്. ഇതൊന്നും കാണുന്നത്, ഇതൊക്കെ ആരെങ്കിലൊക്കെ എടുത്ത ഫോണിലെടുത്ത വീഡിയോയിലൊക്കെയാണ് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലൊക്കെ വന്നിട്ടാണ് ആൾക്കാർ അറിയുന്നത്. സത്യമായിട്ട് ഈ സംഭവങ്ങളൊക്കെ പുറം ലോകം അറിയുന്നില്ല എന്ന് തന്നെ പറയുള്ളൂ. ഒക്കെ ഈ വീഡിയോ ക്ലിപ്പുകൾ ബാക്കിയുള്ള മത്സരങ്ങളിലും അതേപോലെ റഫറിന്റെ ക്യാമറയൊക്കെ റഫറി നോക്കുന്ന ആ ഒരു ആംഗിളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അർജന്റീന എനിക്ക് പറഞ്ഞാൽ ഈ കളിയും കൊണ്ട് പോവുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ എന്തുമാത്രം ആണെന്നുള്ള ഒരു ഡൗട്ടാണ്. ഇംഗ്ലണ്ട് മറികടന്നു കഴിഞ്ഞാൽ പിന്നെ സ്പെയിനോ ഫ്രാൻസാണ്. അപ്പൊ ഇത് 2 മത്സരങ്ങൾ വിജയിക്കാന്ന് പറഞ്ഞാൽ ഈ കളി കൊണ്ട് പോയിട്ട് കാര്യമില്ല. എന്റെ ഒരു ഇത് പറഞ്ഞാല് അർജന്റീനയും ഉള്ള അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലായത്, അർജന്റീനയുടെ ഫോർമേഷൻ തന്നെയാണ് ഫോർമേഷൻ തെറ്റാണ്. എന്റെ ഒരു ഫോർമേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഡിഫൻസ് പെർഫെക്റ്റ് ആണ്. ഡിഫൻസ് അവിടെ ഇരിക്കട്ടെ, പിന്നെ 3-3 വെച്ച് കളിക്കുക, 4-3-3 എന്ന ഫോർമേഷൻ. അതെ, അതിൽ തന്നെ ഈ കഴിഞ്ഞ സ്കലോണി എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിക്ക് ഒരു ഗുണം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാല് മാക്കാലിസ്റ്ററിനെയും എൻസോ ഫെർണാണ്ടസിനെയൊക്കെ ടീമിലേക്ക് കൊണ്ടുവന്നു, പുതുമുഖങ്ങളെയൊക്കെ അവതരിപ്പിച്ചപ്പോ ആൽവാരസിനൊക്കെ വന്ന് സ്റ്റാർട്ടിങ് ആയിരുന്നു. ലൗതാറോ മാർട്ടിനസ്, ആൽവാരസ് എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. ഒക്കെ പരീക്ഷിച്ചപ്പോ ഇപ്രാവശ്യം അങ്ങനെ പരീക്ഷിക്കുന്നത് ആ ഒരു പഴയ ടീമിനെ തന്നെ വെച്ച് ഈ വേൾഡ് കപ്പ് അടിക്കുന്നുള്ള പ്രതീക്ഷ. അങ്ങനെ പോവാന്ന് പറഞ്ഞാല് ഈ ക്വാർട്ടറിൽ ഏറ്റവും ഓൾഡസ്റ്റ് ടീമായിട്ട് അർജന്റീന മാറിയിരിക്കും. അതെ, അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും ബുദ്ധിമുട്ടാണ്. ഇനി സെമി ഫൈനലും ഫൈനലിലേക്കാണ്. അത് ഫോർമേഷനിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ എന്തായാലും അർജന്റീനയ്ക്ക് പണി കിട്ടും. അപ്പോൾ നിക്കോപാസ് ഉണ്ട്, അതേപോലെ തന്നെ അൽമാഡ ഉണ്ട്, അതേപോലെ തന്നെ സിമിയോണി ഉണ്ട്, അതേപോലെ തന്നെ ബാർക്ക ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് പുറത്തിരിക്കുന്നുണ്ട്. ഈ 4-3-3 ശൈലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് നിക്കോപാസും മെസ്സിയും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ കുറെ കൂടി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ എല്ലാവരും പറയുന്നത് ഊലിയൻ ആൽവാരസും ലൗതാറോ മാർട്ടിനസും ഫോം അല്ലാതെ. അവർ ഇന്നലെ ഫോമായി, ഇന്നലെ 2 ഗോൾ അടിച്ചു, 2 ഓരോ ഗോൾ അടിച്ചു എന്നുള്ള കാര്യം. പക്ഷെ അവർക്ക് ഗോൾ എത്തണമെങ്കിൽ ഈ 4-4-2 ഫോർമേഷനിൽ പോയിട്ട് കാര്യമില്ല. ഈ 4-4-2 ഫോർമേഷൻ മെസ്സിയിലൂടെ മാത്രം ഊന്നി കളിക്കുകയാണ്. ഇനി ഇംഗ്ലണ്ട്, സ്പെയിനും ഫ്രാൻസ് ഒക്കെ വരുന്ന സമയത്ത് അവർ മെസ്സിയെ നന്നായിട്ട് മാർക്ക് ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ എന്നാലും ചങ്ങായി ഫോമില്ല എന്നുള്ള കാര്യമൊക്കെയാണ്. പക്ഷെ എന്നാലും ഇന്നലെ ഗോൾ അടിക്കാൻ പറ്റിയില്ല, നല്ല ചാൻസുകൾ കിട്ടിയത് ഗോൾ അടിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ അവസരങ്ങൾ വന്നു കഴിഞ്ഞാല് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു ഇന്നത്തെ കളിയിൽ, എന്താ പിച്ചില് വെള്ളം കൊണ്ട് ഒഴിച്ചതാണോ അതോ മഴ വല്ലതും പെയ്തതാണോ? അത് ഉണ്ടായിരുന്നു. അത് നോർമലായിട്ട് അവിടുത്തെ ചിലപ്പോ ക്ലൈമറ്റ് കുറെ ആൾക്കാര് നല്ലോണം ഒഴിക്കുക. അപ്പൊ നമ്മള് 4 സെമി ഫൈനലിസ്റ്റ് ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അർജന്റീന. ഇവര് വന്ന വഴികൾ നോക്കിയാലോ? അപ്പൊ ഒപ്പിച്ചു തുടങ്ങും. ആദ്യം ഫ്രാൻസ് ആദ്യമായിട്ട് റൗണ്ട് ഓഫ് 32 സ്വീഡനെ 3-0 പരാജയപ്പെടുത്തിയതാണ്. അത് റൗണ്ട് ഓഫ് 16 വരുന്നത്. 16 നോക്കിക്കഴിഞ്ഞാൽ ശക്തരായ ലാറ്റിൻ അമേരിക്കക്കാരെ പരാഗ്വെ 1-0 പരാജയപ്പെടുത്തിയിട്ട് അടുത്ത മത്സരത്തിൽ മൊറോക്കോ ആയിരുന്നു. അപ്പോൾ ഏറ്റവും ടഫസ്റ്റ് ഗെയിം ആയിരിക്കും വിചാരിച്ചു ഈ മൊറോക്കോ ആയിട്ടുള്ള മത്സരം. പക്ഷെ മൊറോക്കോനെ 2-0 പരാജയപ്പെടുത്തിയിട്ടാണ് ഫൈനലിൽ വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ സ്പെയിൻ നോക്കണമെങ്കിൽ റൗണ്ട് ഓഫ് 32 3-0 ഓസ്ട്രിയയെ പരാജയപ്പെടുത്തി. അതിനുശേഷം ഒരു ക്ലോസ് മാച്ച് ആയ പോർച്ചുഗൽ മിക്കൽ മോറിനോ വന്ന് ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഗോൾ അടിച്ച് അവനെ രക്ഷിച്ചു. അങ്ങനെ 1-0 കളി കഴിഞ്ഞു. അടുത്ത മത്സരം, അതായത് ക്വാർട്ടർ ഫൈനലിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പെയിൻ ബെൽജിയത്തിനെ ഏറ്റുമുട്ടിയപ്പോൾ സ്പെയിൻ 2-1 വിജയിച്ചു എന്നാണ്. അപ്പൊ അടുത്ത ടീം ഇംഗ്ലണ്ട് DR കോങ്കോ ആയിട്ട് 2-1 32 നിന്ന് റൗണ്ട് ഓഫ് 16 വരുന്നത്. 16 ശക്തരായ മെക്സിക്കോണ്. മെക്സിക്കൻ സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ആ ഒരു അന്തരീക്ഷത്തെ ആ ഒരു ടീമിനെ പരാജയപ്പെടുത്തി 3-2. അതും 54 മിനിറ്റ് മുതൽ ഒരാൾ കുറഞ്ഞിട്ടാണ് അവർ കളിച്ചതെന്ന് നടക്കുക. അപ്പോ ഇംഗ്ലണ്ടിന്റെ കരുത്തിരിക്കുന്നത്. അടുത്ത മത്സരം നോർവേ ആയിട്ടായിരുന്നു. ശക്തരായ നോർവേനെ 2-1 പരാജയപ്പെടുത്തിയിട്ടാണ് ഇവർ സെമിഫൈനലിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ അർജന്റീന സൈഡ് നോക്കുകയാണെങ്കിൽ അർജന്റീന കേപ്പ് വെർഡിയെ 3-2 പരാജയപ്പെടുത്തി. അതും ഒരു അടിപൊളി മത്സരമാണ്. കേപ്പ് വെർഡിയെ ചെറുതാക്കി കാണണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും റിമൈൻഡർ കൊടുത്ത ഒരു മത്സരമാണ്. അവരുടെ പോരാട്ടവീരൊന്നും രക്ഷ കേട്ടോ, അത്രയും നല്ല ഒരു പോരാട്ടവീര്. ഈ വേൾഡ് കപ്പ് തന്നെ ഒരു കറുത്ത കുതിരകളായിട്ട് കാണിച്ചു തന്നിട്ട് പോയതാണ്.
അപ്പൊ അടുത്ത മത്സരം നോക്കണമെങ്കിൽ ഈജിപ്ത് വേഴ്സസ് അർജന്റീനയായിരുന്നു. സെക്കൻഡ് ഹാഫ് വരെ തോറ്റു നിൽക്കുന്ന അർജന്റീന സെക്കൻഡ് ഹാഫിൽ 15 മിനിറ്റ് മാത്രം ബാക്കി കൊണ്ട് ക്ലച്ച് ചെയ്ത് ഒരു കംബാക്ക് അടിച്ച് 3-2 വിജയിച്ചിരിക്കുകയാണ്. പിന്നെ ക്വാർട്ടർ ഫൈനൽ നോക്കണമെങ്കിൽ അർജന്റീന സ്വിറ്റ്സർലാൻഡ് ഏറ്റുമുട്ടി. സ്വിറ്റ്സർലാൻഡ് 1-1 എക്സ്ട്രാ ടൈം പോയിട്ട് എക്സ്ട്രാ ടൈമിൽ 2 ഗോൾ അടിച്ചു. അത് ജൂലിയൻ ആൽവാരസിന്റെയും നമ്മുടെ ലൗതാറോ മാർട്ടിനസിന്റെ എക്സലൻസിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോ ഇവര് 4 പേരുടെ ഇനി പ്രഡിക്ഷൻ പോലോ. അപ്പൊ ആദ്യത്തെ മത്സരം ഫ്രാൻസ് വേഴ്സസ് സ്പെയിന്റെ പ്രഡിക്ഷൻ പറയാം. ഫ്രാൻസ് വേഴ്സസ് സ്പെയിന് ഞാൻ പറയുന്നു സ്പെയിന് ഫ്രാൻസിനെ മറികടന്നിട്ട് ഫൈനലിലെത്തുന്നു. എത്ര? 3-2. അപ്പൊ എന്റെ പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഫ്രാൻസ് 2-1 ജയിക്കുമെന്നാണ്. അപ്പൊ ഇപ്പൊ അടുത്ത മത്സരം അപ്പൊ അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് ഈ മത്സരം പറ. അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനത്തെ കളിയും കൊണ്ട് കളിക്കുകയാണെങ്കിൽ അർജന്റീന അടുത്ത റൗണ്ടിലേക്ക് കയറില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ കളി അടുത്ത റൗണ്ടിൽ കയറില്ല എന്തായാലും. ഇംഗ്ലണ്ടിന്റെ അടുത്ത് ഈ കളി കൊണ്ട് നടക്കൂല. അത് അപ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കളി കളിച്ചാട്ടോ. ഇപ്പൊ ഇതുവരെ കളിച്ച ഇനി കളി ഫോർമേഷൻ കളിയൊക്കെ മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത റൗണ്ടിൽ കയറിയിട്ട് ഫൈനലിലെത്താൻ ചാൻസ് ഉണ്ട്. പ്രഡിക്ഷൻ പറ. പ്രഡിക്ഷൻ അങ്ങോട്ട് പറയാൻ അങ്ങോട്ട് ഇല്ല. സമനിലയാവും, എക്സ്ട്രാ ടൈമിലേക്ക് പോകും, പെനാൽറ്റിയിലായിരിക്കും. ആര് ജയിക്കുന്നു പറയാൻ പറ്റൂല. അത് അങ്ങനെ ഒഴിഞ്ഞു മാറാണ്. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ, ട്രോളാ റെഡി ആയിരിക്കും. അപ്പൊ എന്റെ പ്രഡിക്ഷൻ നോക്കാൻ ഞാൻ നേരെ വരാം. അർജന്റീന 2-1 ജയിക്കുമെന്നാണ്. 2-1 ഓരോരോ ഗോളിന് എക്സ്ട്രാ അടിച്ച് ജയിക്കും. അപ്പൊ നിങ്ങളുടെ പ്രഡിക്ഷൻ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത കളി അടുത്ത കളി ഇല്ല, സെമി ഫൈനൽ. കഴിഞ്ഞില്ലേ? ഇനി 4 ടീമുകളും 2 മത്സരം മാത്രം ബാക്കി. ഈ ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിസ്റ്റുകൾ 2 പേര് ആരായിരിക്കും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ 2 മത്സരത്തിന്റെ സ്കോർ പ്രഡിക്ഷൻ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.